Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ് കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് നാളേക്ക് നോക്കാൻ പറ്റിയ ഒരു സ്റ്റോക്ക് നമുക്ക് ചാർട്ടിൽ പോയിട്ട് അനലൈസ് ചെയ്യാം. നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമുക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്കും ജോയിൻ ചെയ്ത് വെക്കാവുന്നതാണ്. ഒരു ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പും കൂടിയാണ്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ മാർക്കറ്റിലോട്ട് പോവാം. ഇന്ന് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 150 പോയിന്റിൻ്റെ റാലി, അതുപോലെ സ്മോൾ ക്യാപ്പ് വളരെ ചെറുതായിട്ട് 49 പോയിന്റിൻ്റെ ഒരു മൂവ്മെൻറ്റ്, അതുപോലെ ബാങ്ക് നിഫ്റ്റിയാണ് ടോപ്പായിട്ട് മൂവ് ചെയ്ത് 515 പോയിന്റിൻ്റെ ഒരു മൂവ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് പോവാം. നിഫ്റ്റി ചാർട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് മെയിനായിട്ട് നമുക്ക് IT സ്റ്റോക്കുകളും അതുപോലെ ബാങ്കിങ് സ്റ്റോക്കുകളാണെന്ന് നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് തന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഇതിൻ്റെ റെസിസ്റ്റൻസും സപ്പോർട്ടൊക്കെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു ട്രെൻഡ് ലൈനാണ്. ഈ ഒരു ബ്ലാക്ക് ലൈനായിരിക്കും വരുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ബ്ലൂ ലൈൻ നോക്കിയാൽ തന്നെ നമുക്കറിയാം എത്ര തവണയാണ് നമ്മുടെ ആ ഒരു നിഫ്റ്റി ആ ഒരു ലൈനിനെ റെസ്പെക്ട് ചെയ്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നോക്കാവുന്നതാണ്. ഇതാണെന്ന് ഇപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് പുതുതായിട്ട് ഇപ്പോൾ ഒരു പൊസിഷനായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ട്രെൻഡ് ലൈനോ ഒന്നും വരേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് സ്മോൾ ക്യാപ്പിലോട്ട് പോവാം. സ്മോൾ ക്യാപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റിയുടെ അത്ര ഒന്നൊരു പെർഫോമൻസ് നമ്മൾ സ്മോൾ ക്യാപ്പിൽ കണ്ടില്ല. വളരെ ചെറുതായിട്ടൊരു മൂവ്മെൻറ്റ്, ഒരു ഡോജി ക്യാനിലാണ് നോക്കിക്കഴിഞ്ഞാൽ അല്ലേ. പക്ഷേ കുഴപ്പമില്ല, ഒരു ബുള്ളിഷ് ക്യാനിൽ തന്നെയാണ്. നമുക്ക് ഡോജി ക്യാനിലാണെങ്കിലും നമുക്ക് ആ ഒരു ക്യാൻഡിൻ്റെ ഫോർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏകദേശം ഈ ഒരു 17,860 വരെ വന്നു. അതിനുശേഷം നന്നായിട്ട് പുഷ് ചെയ്ത് മേലേക്ക് 17,928 വരെ ക്ലോസ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് നമുക്ക് സ്മോൾ ക്യാപ്പിലും കാണുന്നത്. ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ റെസിസ്റ്റൻസ് വരുന്നത് ഈ ഒരു റേഞ്ചാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റീസെൻറ്റ് ഹൈ ആണ് 18,560 എന്നുള്ള റേഞ്ച്. അത് കഴിഞ്ഞാൽ വരുന്ന റെസിസ്റ്റൻസ് ഈ ഒരു ബ്ലാക്ക് ലൈനാണ് നമ്മൾ വരഞ്ഞു വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഏരിയ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്മോൾ ക്യാപ്പും നിഫ്റ്റി മാത്രമാണ് നോക്കുന്നുള്ളൂ. ബാങ്ക് നിഫ്റ്റി നമ്മൾ അധികം സ്റ്റോക്കുകളൊന്നും അതിൽ ട്രേഡ് ചെയ്യാം. നമ്മൾ കൂടുതൽ സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളാണ് ട്രേഡ് ചെയ്യാറ്. ഇപ്പം നമുക്ക് നോക്കി അറിയാം നമ്മുടെ സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളൊന്നും ഒരു മൂവ്മെൻറ്റ് വന്നിട്ടില്ല. അത് കാരണം സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് മൂവ് ചെയ്യുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. അതാണ് നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും നമ്മൾ സ്മോൾ ക്യാപ്പിന് ഇൻഡെക്സ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. കാരണം നമുക്ക് സ്മോൾ ക്യാപ്പ് നമുക്ക് ഒരു പെർസെൻറ്റേജ് ഒക്കെ മൂവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള ഒരുപാട് സ്റ്റോക്കുകൾ നല്ല രീതിയിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അതുപോലെ നമ്മൾ ഇന്നലെ കുറച്ച് സ്റ്റോക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോക്കുകളിലൊക്കെ നോക്കാം. അതിൻ്റെ SBI ആണ്. SBI ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. പക്ഷെ നമുക്കിതിൽ എൻട്രി കിട്ടുമോ നമുക്ക് അറിയില്ല, ഒന്ന് നോക്കാം. നമുക്ക് ചാർട്ടിലോട്ട് പോവാം. അപ്പോൾ ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എൻട്രിയും ടാർഗറ്റൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എൻട്രി പറഞ്ഞത് ഈ 881 എബോവ് ആണ്. പക്ഷെ നമുക്ക് ഇതിൽ എൻട്രി കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുപോലെ നമ്മൾ പറഞ്ഞൊരു സ്റ്റോക്കാണ് ഹിൻഡാൽക്കോ എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക്. ഹിൻഡാൽക്കോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഹിൻഡാൽക്കോ നമുക്ക് ഓൾറെഡി എൻട്രി നമുക്ക് എടുക്കാം. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റേഞ്ചിൻ്റെ മുകളിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യണം എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാവുന്നതാണ്. കാരണം ചില സമയങ്ങളിൽ ഇവിടുന്ന് ഒരു പുൾ ബാക്ക്, കാരണം ഈ ഒരു ബ്രേക്ക് ഔട്ട് നടന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ചെറിയൊരു ക്യാൻഡിൽ വന്ന് ഫോം ചെയ്തിട്ട് പിന്നെ ആയിരിക്കും ഒരു മൂവ്മെൻറ്റ് തരിക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി ട്രിഗർ ആയി എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ നാളെ നിർത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അതുപോലെ നമ്മൾ അടുത്തൊരു സ്റ്റോക്ക് ഉഷാമാർട്ടാണ്. ഉഷാമാർട്ട് ഇന്ന് 2% ഫാളായിരുന്നു. വേണ്ട, നമുക്കറിയാം അതേ റേഞ്ചിൽ തന്നെയാണ്. നമ്മൾ വിചാരിച്ചത് ഈ റേഞ്ചിൽ നിന്ന് ഒന്ന് റിവേഴ്സലാവുന്നുള്ളതാണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് വോളിയൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ചെറിയൊരു വോളിയാണ്. എൻട്രി എടുത്തവർക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അടുത്ത ഒരു സ്റ്റോക്ക് നമ്മൾ പറഞ്ഞത് ജിൻഡാൽ സ്റ്റീൽ എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്കാണെങ്കിലും നമുക്ക് എൻട്രി കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ പറഞ്ഞ റെസിസ്റ്റൻസ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1095 എബോവ് ആണ്. ഇതിൽ നമുക്ക് എൻട്രി ട്രിഗർ ആയിട്ടില്ല. അതുപോലെ അവസാനം പറഞ്ഞ സ്റ്റോക്ക് ഹിൻഡ് പെട്രോ എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് 2% മൂവ് ചെയ്തു. നമ്മൾ പറഞ്ഞ ഒരു എൻട്രി റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ പറഞ്ഞിരുന്ന ഈ റേഞ്ച് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാന്നുള്ളത്. അത് ഞാൻ നാളെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ എൻട്രിയും ടാർഗറ്റ് അതുപോലെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, നമ്മളിതൊക്കെ എഡ്യൂക്കേഷൻ പർപ്പസിനാണ് നമ്മൾ ഈ പറയുന്ന സ്റ്റോക്കുകളൊക്കെ. നമ്മളൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല, ഫുള്ളി എഡ്യൂക്കേഷൻ പർപ്പസിനാണ്. നമ്മൾ ഈ പറയുന്നതൊക്കെ പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരുപാട് പേര് പുതുതായിട്ടൊക്കെ മാർക്കറ്റിൽ വരുന്ന ആളുകൾക്കൊക്കെ എൻട്രി ഒക്കെ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തേക്ക് നോക്കാൻ പറ്റിയ ഒരു സ്റ്റോക്ക് നോക്കാം.
സ്റ്റോക്കിൻ്റെ പേര് TN പെട്രോ എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. തമിഴ്നാട് പെട്രോ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്ക് 114.74 രൂപയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു അടിപൊളി ചാർട്ടാണ്. നമുക്കൊരു വീക്ക്ലി ചാർട്ട് എടുക്കാം. ഒരു മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ടും കൂടിയാണ് ഈ ഒരു സ്റ്റോക്കിൽ നടക്കാൻ പോകുന്നത്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നല്ല ഒരുപാട് നാളത്തെ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ടാണ്. ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ 2022 മെയ്യിൽ, അപ്പോൾ 2022, 2023, 2025 ഓക്കെ, ഏകദേശം 3 വർഷത്തിന് ശേഷമുള്ള ഒരു ബ്രേക്ക് ഔട്ടാണ് ഈ ഒരു സ്റ്റോക്ക് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തവണ ഈ ഒരു സ്റ്റോക്ക് വന്ന് റെസിസ്റ്റൻസ് എടുത്താണ്. ഇവിടുന്ന് നല്ലൊരു ഫോള് വന്നു, ശേഷം സ്റ്റോക്ക് മേലോട്ട് പോയി ഈ റേഞ്ച് റെസിസ്റ്റൻസ് ആക്കി ബ്രേക്ക് ചെയ്യാൻ പറ്റാണ്ട് താഴത്തോട്ട് വന്നു. അതിനുശേഷം വീണ്ടും റിക്കവറായി വന്നു. ഇതേ റേഞ്ചിൽ തന്നെ വീണ്ടും നല്ലൊരു സെൽ ഓഫ്, വീണ്ടും താഴത്തോട്ട് പോയി, വീണ്ടും സ്റ്റോക്ക് അതേപോലെ മേലോട്ട് പോയി, വീണ്ടും നല്ല രീതിയിലുള്ളൊരു സെൽ ഓഫ്, അതിനുശേഷം വീണ്ടും മേലോട്ട് പോയി, അതിനുശേഷം വീണ്ടും സെൽ ഓഫ്, അതിനുശേഷം വീണ്ടും. പക്ഷേ ഈ ഒരു സെൽ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹൈ ലോയും ഈ ഒരു ലോൻ്റെ അടുത്തൊന്നും പോയില്ല, ഏകദേശം ചെറിയൊരു ലോ ആണ് പോയത്. അതിനുശേഷം വീണ്ടും മേലോട്ട് പോയി, വീണ്ടും സെൽ ഓഫ്. ഇപ്പോൾ വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു ബ്രേക്ക് ഔട്ട് നടക്കാനായിട്ട് നിൽക്കുകയാണ് സ്റ്റോക്കിൽ. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ബ്രേക്ക് ഔട്ട് നടക്കാനുള്ള ബ്രേക്ക് ഔട്ട് ഓൾറെഡി നടന്നുണ്ട്. നമുക്ക് ഇതേ റേഞ്ചിൽ തന്നെ വേണമെങ്കിൽ എൻട്രി എടുക്കാം. ചില സമയത്ത് ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ പിറ്റേ ദിവസമൊക്കെ ഇങ്ങനെ യൂസി അടിച്ചിട്ട് പോകാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇങ്ങനെ നല്ലൊരു റേഞ്ചൊക്കെ ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കറന്റ് മാർക്കറ്റ് പ്രൈസ് തന്നെ ഇപ്പോൾ ട്രേഡ് 114.74 എന്ന് പറഞ്ഞ റേഞ്ചിലാണ്. നമുക്കൊരു 115 നമുക്കൊരു എൻട്രി ആയിട്ട് കൺസിഡർ ചെയ്യാം. 115 എൻട്രി. നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഇതിൻ്റെ ഒരു താഴെ, കാരണം നമുക്ക് ഇതിലേക്ക് ഒരു വലിയൊരു ടാർഗറ്റ് നോക്കാവുന്നതാണ്. 99 നമുക്ക് ഇതിലേക്കൊരു സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. നമുക്ക് ടാർഗറ്റായിട്ട് ഒരു നല്ലൊരു റിവാർഡ് 135 നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് നോക്കാവുന്നതാണ്. ഞാൻ ടാർഗറ്റ് ഒരു ഗ്രീനിൽ മാർക്ക് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് ഞാനൊരു റെഡിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്കിനെ വേണമെങ്കിൽ വാച്ച് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ വീക്ക്ലി ചാർട്ടാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു 135 ടാർഗറ്റും 99 സ്റ്റോപ്പ് ലോസും വെച്ചിട്ട് ഈ ഒരു സ്റ്റോക്ക് നമുക്കൊരു ഷോർട്ട് ടൈമോ മിഡ് ടൈമിലേക്കൊക്കെ നോക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. മിക്കവാറും മിഡ് ടൈമിലേക്കാണ് കുറച്ചുകൂടി നല്ലത്. ഷോർട്ട് ടൈമിലേക്ക് ആകുമ്പോൾ നമുക്ക് ഈ വിചാരിച്ച് ടാർഗറ്റ് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നാൾ ഹോൾഡ് ചെയ്യുക. കാരണം എന്താ, നല്ലൊരു ബ്രേക്ക് ഔട്ടൊക്കെ നടക്കുമ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഒരു 3 വർഷത്തെ റേഞ്ച് ബ്രേക്ക് ഔട്ട് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റ് ആഡ് ഇതിൻ്റെ മൂവ്മെൻറ്റ് നോക്കാവുന്നതാണ്. കാരണം നമ്മൾ ഇന്നലെ ഓൾറെഡി 5 സ്റ്റോക്കിൽ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് സ്റ്റോക്കുകൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അങ്ങനെ ഒരുപാട് സ്റ്റോക്കുകളാകുമ്പോൾ ഏത് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റോക്ക് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ എൻട്രി ടാർഗറ്റൊക്കെ പറഞ്ഞു തരികയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അത് വാച്ച് ചെയ്യാനും എൻട്രി എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. അല്ലാണ്ട് നമ്മൾ ഒരുപാട് സ്റ്റോക്കുകൾ ചവറ് പോലെ അങ്ങനെ കൂട്ടിയിട്ടിട്ട് നമുക്ക് ഏതിൽ എൻട്രി എടുക്കണമെന്നും പറഞ്ഞ് ആകെ കൺഫ്യൂഷൻ ആക്കണ്ട. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കൂടാതെ നമ്മൾ ഇന്നലെയും ഒരു 5 സ്റ്റോക്കുകൾ പറഞ്ഞിട്ടുണ്ടായിട്ട് 1-2 സ്റ്റോക്കുകളിൽ നിന്ന് എൻട്രി ട്രിഗർ ആയിട്ടുണ്ട്. ബാക്കിയുള്ള സ്റ്റോക്കുകളൊക്കെ നമുക്ക് വീണ്ടും കൺസിഡർ ചെയ്യാം. അത് എൻട്രി ട്രിഗർ ആയിട്ടില്ലല്ലോ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്കാണ് ഞാൻ ഇന്ന് പറയുന്ന ഒരു സ്റ്റോക്ക്. ഇത് പേപ്പർ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം നമുക്കങ്ങനെ ബൈസിൽ റെക്കമെൻഡേഷൻ ചെയ്യാൻ പറ്റില്ല. യൂട്യൂബിൽ ഒരു പോളിസി ഉണ്ട്. അപ്പോൾ ആ പോളിസി നമുക്ക് വയലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന് മുമ്പ് നമ്മളങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ പക്കാ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ചാനൽ നമ്മുടെ പോയത്. അതുകൊണ്ട് നമ്മൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്യണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നാളെ മാർക്കറ്റൊക്കെ ബുള്ളിഷ് ആവുകയാണെങ്കിൽ നല്ലൊരു സ്റ്റോക്കായിട്ട് നമുക്ക് നാളെ വരാം. അതെല്ലാം മാർക്കറ്റ് വീക്ക് ആകുമ്പോൾ നമുക്ക് എൻട്രികൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഞാൻ അധികം പ്രോബിലിറ്റി ഉള്ള സ്റ്റോക്കുകൾ മാത്രം സെലക്ട് ചെയ്ത് എടുക്കാൻ ശ്രമിക്കാറാണ്. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് വീക്ക് ആകുമ്പോൾ നമുക്ക് അതിനുള്ള സ്റ്റോക്കുകൾ കിട്ടാറില്ല. അതിന് കിട്ടിക്കഴിഞ്ഞാൽ നാളെ ഞാൻ വീഡിയോ ആയിട്ട് വരാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ വീഡിയോ കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.